യാത്രാപ്രേമിയാണോ? എന്നാൽ ഈ സ്ഥലത്തേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ഇതറിഞ്ഞിരിക്കണം. ഒരു സ്ഥലത്ത് കാൽ വെച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ വിഷപ്പാമ്പ് കടിച്ചേക്കാം. മറ്റൊരിടത്ത് മനുഷ്യന് 5 മിനിറ്റ് പോലും നിൽക്കാൻ കഴിയില്ല. ലോകത്ത് ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ? എങ്കിൽ ഉണ്ട്. സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ? പുതിയ സ്ഥലങ്ങൾ കാണുക, പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുക, വ്യത്യസ്ത സംസ്കാരങ്ങൾ അറിയുക, ഇതെല്ലാം യാത്രയുടെ ഭാഗമാണ്. എന്നാൽ ലോകത്ത് എത്ര മനോഹരമായി തോന്നിയാലും മനുഷ്യർക്ക് ജീവന് ഭീഷണിയായ ചില സ്ഥലങ്ങളുമുണ്ട്. ചിലത് പ്രകൃതി കൊണ്ടും, ചിലത് കാലാവസ്ഥ കൊണ്ടും, ചിലത് അവിടെയുള്ള ജീവജാലങ്ങൾ കൊണ്ടുമൊക്കെയാകാം. ഒന്നാമതായി സ്നേക്ക് ഐലൻഡ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ദ്വീപുകളിൽ ഒന്നാണ് ബ്രസീലിലെ സ്നേക്ക് ഐലൻഡ്. ഇവിടെ ആയിരക്കണക്കിന് ഗോൾഡൻ ലാൻഡ് ഹെഡ് എന്ന അതീവ വിഷമുള്ള പാമ്പുകളാണ് ജീവിച്ചിരിക്കുന്നത്. ഇവയുടെ വിഷം മനുഷ്യന്റെ ശരീരകോശങ്ങളെ നശിപ്പിക്കാൻ പോലും കഴിവുള്ളതാണ്. ഇത്രയും അപകട സാധ്യതയുള്ളതിനാൽ ബ്രസീൽ സർക്കാർ പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഗവേഷകർക്ക് പോലും പ്രത്യേക അനുമതി വേണം. ദ്വീപിൽ എത്തുന്ന ദേശാടന പക്ഷികളെയാണ് ഈ പാമ്പുകൾ ഭക്ഷണമാക്കുന്നത്. മറ്റുള്ള പാമ്പുകളെ അപേക്ഷിച്ച് 6 ഇരട്ടി കൂടുതൽ വീര്യമുള്ള ഈ വിഷം മനുഷ്യന്റെ മാംസം വരെ ലയിച്ചു കളയാൻ മാത്രം ശക്തമാണ്. അടുത്തതായി നോർത്ത് സെന്റിനൽ ദ്വീപ്. ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപ സമൂഹത്തിലുള്ള നോർത്ത് സെന്റിനൽ ദ്വീപ് ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട മനുഷ്യ സമൂഹങ്ങളിലൊന്നാണ്. സെന്റിനലീസ് വംശജരായ മനുഷ്യരാണ് ഇവിടെയുള്ളത്. ഇവിടെ താമസിക്കുന്ന സെന്റിനൽസ് ഗോത്രവർഗം പുറം ലോകവുമായി യാതൊരു ബന്ധവും ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും ദ്വീപിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അവർ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ദ്വീപിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ആർക്കും പ്രവേശനമില്ല. സർക്കാർ അവർക്ക് അവിടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അനുവദിച്ചിരിക്കുന്നത്. അറിഞ്ഞും അറിയാതെയും ഈ ദ്വീപിനടുത്ത് എത്തിയവരെ വരവേറ്റത് ഇവരുടെ അമ്പുകളും വില്ലുകളുമായിരുന്നു. അടുത്തത് ഡാനക്കിൽ ഡിപ്രഷൻ. ഭൂമിയിലെ ഏറ്റവും കഠിനമായ അന്തരീക്ഷമുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് എത്യോപ്യയിലെ അഫാർ മേഖലയിലെ ഡാനക്കിൽ ഡിപ്രഷൻ. അഗ്നിപർവ്വതങ്ങൾ, വിഷവാതകങ്ങൾ, അമ്ല തടാകങ്ങൾ, അതിശക്തമായ ചൂട് ഇവയെല്ലാം ഈ പ്രദേശത്തെ അത്യന്തം അപകടകരമാക്കുന്നു. ചില ശാസ്ത്രജ്ഞർ ഇതിനെ ഭൂമിയുടെ മറ്റൊരു ഗ്രഹം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 100 മീറ്ററിലധികം താഴ്ചയുള്ള ഈ സ്ഥലം ഭൂമിയിലെ ഏറ്റവും ചൂടേറിയതും വരണ്ടതുമായ പ്രദേശങ്ങളിൽ ഒന്നാണ്. ഇവിടെ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്താറുണ്ട്. തിളച്ചുമറിയുന്ന ലാവാ തടാകങ്ങളും സൾഫറും ധാതുക്കളും ഈ പ്രദേശത്തെ അന്യഗ്രഹ ഭൂപ്രകൃതി പോലെയാക്കി മാറ്റുന്നു. ഡല്ലോൾ എന്നറിയപ്പെടുന്ന ഭാഗത്ത് ഭൂമിക്കടിയിലെ ചൂടുവെള്ളം പുറത്തു വരുമ്പോൾ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത് മഞ്ഞ, പച്ച, ഓറഞ്ച് നിറങ്ങളുള്ള വലിയ തടാകങ്ങളും പാറക്കെട്ടുകളും ഉണ്ടാക്കുന്നു. എറിത്രിയ, ജിബൂട്ടി എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയോട് ചേർന്നാണ് ഇത് കിടക്കുന്നത്. അതീവ ദുഷ്കരമായ കാലാവസ്ഥയാണെങ്കിലും പ്രാദേശിക അഫാർ ഗോത്രവർഗക്കാർ തലമുറകളായി ഇവിടെ ജീവിക്കുകയും ഉപ്പ് ഖനനം ചെയ്ത് ഉപജീവനം നടത്തുകയും ചെയ്യുന്നു. അടുത്ത പ്രധാന സ്ഥലമാണ് ലേക്ക് നാട്രോൺ. മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ കല്ലാക്കി മാറ്റാൻ കഴിയുന്ന ഒരു തടാകമുണ്ട്. അതെ, ടാൻസാനിയയിലെ നാട്രോൺ തടാകത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ടാൻസാനിയയിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പു തടാകമാണ് ലേക്ക് നാട്രോൺ. ലേക്ക് നാട്രോൺ ഒരു സാധാരണ തടാകമല്ല. ഈ വെള്ളത്തിൽ സോഡിയം കാർബണേറ്റിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ക്ഷാരാംശം വളരെ ഉയർന്നതാണ്. ഇവിടെ വീണ് മരിക്കുന്ന ചില പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശരീരം ധാതുക്കൾ അടിഞ്ഞുകൂടി ശില പോലെ കാണപ്പെടുന്നു. ജലത്തിന്റെ ഉയർന്ന താപനിലയും ലവണാംശവും കാരണം ഇതിൽ വീഴുന്ന ജീവികൾ കല്ലുപോലെ ആകുന്നുണ്ടെങ്കിലും ഇവിടെ ലക്ഷക്കണക്കിന് ഫ്ലെമിംഗോ പക്ഷികൾ ജീവിക്കുന്നുണ്ട്. വെള്ളത്തിൽ വീഴുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശരീരം ജീർണിച്ചു പോകാതെ ഉപ്പ് ലയിച്ച് ശിലാരൂപത്തിലായി മാറുന്നു. ഇത് ഈജിപ്ഷ്യൻ മമ്മികളെ പോലെ ശരീരത്തെ ദ്രവിക്കാതെ സൂക്ഷിക്കുന്നു. തടാകത്തിൽ നിന്നുള്ള വെള്ളം ശരീരത്തിൽ എത്തുന്നതോടെ ജീവൻ നഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്ക് സോഡിയം കാർബണേറ്റ് ഒരുതരം പ്രിസർവേറ്റീവായി പ്രവർത്തിക്കുന്നതോടെ ഈ ചത്ത മൃഗങ്ങളും പക്ഷികളും കല്ലുപോലെ ആയിത്തീരുന്നു. എന്നാൽ ശാസ്ത്രീയമായി ഇതിന് വലിയ തെളിവുകളൊന്നല്ല. ലോകം അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ എല്ലാ മനോഹരമായ സ്ഥലങ്ങളും മനുഷ്യർക്ക് സുരക്ഷിതമാകണമെന്നില്ല. പ്രകൃതിയുടെ ശക്തിയും മനുഷ്യന്റെ പരിമിതികളും ഓർമ്മിപ്പിക്കുന്ന ഇടങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തിന്റെ ഭംഗി മാത്രം നോക്കാതെ അതിന്റെ സുരക്ഷയും നിയമങ്ങളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്.